നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏവർക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിന് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടികളിലോട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാൽക്കുലേറ്റർ ഒരു ചിലരുടെ സ്റ്റൈലായിട്ട് കൊണ്ടുവന്നവരുണ്ട്, ചിലർക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ട്, ചിലർക്ക് ചില ഓപ്പറേഷൻസുകളും അറിയാം. പക്ഷേ ഇതും കൊണ്ട് നമുക്ക് മാക്സിമം എക്സാമിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് നമ്മുടെ നേട്ടം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനുള്ളിലുള്ള ചില ഓപ്പറേഷൻസ്. അതുമാത്രമല്ല, നിങ്ങൾക്കത് കണ്ടുണ്ട് ഏതൊക്കെ ചാപ്റ്ററുകളിൽ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അവനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള വീഡിയോ ക്ലാസ് ആണ് ഇന്നത്തേത്. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണം. മറ്റുള്ളവരുടെ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഓപ്പറേഷൻസുകൾ ഒന്ന് കണ്ടോ. ചില നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുണ്ടാവും, പവറുകളെ കണ്ടുപിടിക്കാനുണ്ടാവും, സൈൻ, കോസ്, ടാൻ, സൈൻ ഇൻവേഴ്സ്, ഇവരെയൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഞാനൊരു ടേബിൾ പോലെ വരച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇത് കണ്ടിപ്പം റൂട്ടുണ്ട്, NCR ഉണ്ട്, NBR ഉണ്ട്. ഇപ്പോൾ റൂട്ടിനെ ഇപ്പോൾ എനിക്കൊന്നും എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ നമുക്ക് റൂട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ റൂട്ട് അടിക്കുക 56 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 31 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ അങ്ങോട്ട് റൂട്ടിനുള്ളിൽ അടിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടുകയുള്ളൂ. മീൻസ് ഇപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 72 വേണം, അപ്പോൾ നമ്മൾ റൂട്ട് അടിക്കുക, 72 അടിക്കുക, ആൻസറായി. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് അവനെ ഓക്കെ ആയി. ഇത് കണ്ടോ, ഈ സിമ്പിൾ മണ്ടയ്ക്കോട്ടുള്ള ഒരു ആരോ പോലെ. അതിപ്പോൾ 2⁵5 നമുക്ക് വേണം, 2 അല്ലെങ്കിൽ 3⁴ വേണം. അപ്പോൾ നമ്മുടെ 2 അടിക്കുക, എന്നിട്ട് ഈ സിമ്പിൾ നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് 5 അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2⁵5 32 ഇങ്ങോട്ട് തരും, പോയി എഴുതിക്കോടാ എന്നുള്ള രീതിക്കൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പവറുകളെയും ഇതെന്താണ് റൂട്ടുകളെയും കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ. നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ കണ്ട് രണ്ടെണ്ണം ഉണ്ട്. ഒരു ബട്ടനെ തന്നെ 2 ഉപയോഗങ്ങളാണ് സാധാരണ ചെയ്യാറുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കിയോ. ഇതിപ്പോൾ NCR, അതിന് തൊട്ട് മണ്ടയ്ക്കുണ്ട് NPR ഉണ്ട്. നമുക്ക് പലയിടത്തും ആവശ്യമുള്ളതാണ്. 5P3, 7P2 അല്ലെങ്കിൽ 7C7 അല്ലെങ്കിൽ 10C2 ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഈ ടൈമിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് NPRന് വേണ്ടി, മീൻസ് പെർമ്യൂട്ടേഷൻ, അത് നമുക്ക് ഇതിൽ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് അങ്ങോട്ട് ഉപയോഗിക്കുന്ന രീതി നോക്കണം. NCR, അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കിടക്കുന്ന ഈ NPR എങ്ങനെയാണെന്നുള്ളതും ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇപ്പം നമുക്ക് 5C2 വേണം. 5C2 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 5 അടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ബട്ടൺ, ഓക്കെ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം 2 അടിക്കുക. അപ്പോൾ നമുക്ക് 5C2ൻ്റെ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അത്രയേ ഉള്ളൂ ആ സംഭവം. ഇനി നമുക്ക് NPR വേണമെന്ന് വിചാരിക്കുക. PR വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5P2 ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 5 അടിക്കുക, എന്നിട്ട് ഷിഫ്റ്റ് അടിച്ചിട്ട് ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ആവും. ഓക്കെ, എന്നിട്ട് 2 അടിക്കുക. അപ്പോൾ 5P2ൻ്റെ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അങ്ങനെയാണ് അയാളുടെ കണ്ടുപിടിക്കുന്ന രീതി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിനുള്ളിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കേ, സൈന് കോസ്. ഇപ്പം നമുക്ക് സൈൻ 60 വേണം, അറിയാൻ വയ്യ. നമുക്ക് ഈ സൈനേൽ അടിക്കുക, എന്നിട്ട് 60 എന്നുള്ള അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ അടിച്ച ശേഷം 60. ഓക്കെ, നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷിഫ്റ്റ് അടിച്ചിട്ട് സൈൻ ഇൻവേഴ്സിനെ ആക്റ്റീവ് ആക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു ബട്ടൻ്റെ മുകളിലുള്ള ആളെ ആക്റ്റീവ് ആക്കാൻ ആദ്യം ഷിഫ്റ്റ് അടിച്ചിട്ട് വേണം. ഷിഫ്റ്റ് അടിക്കുമ്പോഴേ നമ്മൾ മണ്ടയ്ക്കുള്ള ഒരാൾ ആക്റ്റീവായി. അത് ആരുടെ മണ്ടയ്ക്കുള്ളതാണ് ആക്റ്റീവ് ആകേണ്ടതെന്നുള്ളത് അറിയാൻ ആ ബട്ടനെ അമർത്തിയാൽ ഇത് ആക്റ്റീവ് ആവും. എന്നിട്ട് സൈൻ ഇൻവേഴ്സ് അടിക്കും, 60 അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അയാളുടെ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ ഈ രീതിയിൽ കൂടെ വേണം പവറിലുള്ളവരെയും, മീൻസ് മുകളിലുള്ളവരെയൊക്കെ ആക്റ്റീവാക്കി ചെയ്യാൻ. ബാക്കിയൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, രണ്ടാമത് ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഈ 2 ചാപ്റ്ററുകളിലും നമുക്ക് ഉപയോഗമുണ്ട്. അതും 6 മാർക്കിൻ്റെ സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡിൽ ലാസ്റ്റിൽ നമുക്ക് ഒരു വലിയ മെട്രിക്സിനുള്ളിൽ ഇങ്ങനെ ആഡ് ചെയ്യാനൊക്കെ നെഗറ്റീവ് വരും. -32 + 41 + -29 ഇങ്ങനെയൊക്കെ വരും. ഇതൊക്കെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അവൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ തരും. നമ്മുടെ തല വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ ഇൻറ്റു ചെയ്യാനുണ്ട്, ഡിവൈഡ് ചെയ്യാനുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഇതിൻ്റെ ഉപയോഗം നമുക്ക് പറ്റും. ഓക്കെ, ഡിറ്റർമിനൻസും മെട്രിസസിനുള്ളിലും യൂസ് ചെയ്യാം. രണ്ടാമത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളിൽ നിങ്ങൾ ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എത്ര ആണ് അറിയാൻ വയ്യ.
രീതിയിൽ കൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂവിന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. രണ്ടാമത് നമുക്ക് ഉള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെക്ടറിനുള്ളിലും ഡിറ്റർമിൻ്റ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റിലൊക്കെ പലർക്കും ഇങ്ങനെ വരും, i ഇൻറ്റു -3 -7 ഇല്ലെങ്കിൽ -j ഇൻറ്റു -14 പ്ലസ് 21 ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണ്. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്തേക്കണം. അപ്പോൾ -14 + 20 കാൽക്കുലേറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ 7 ഇൻറ്റു -j -7j എന്ന് എഴുതാം. മനസ്സിലായല്ലോ? -14 കണ്ടല്ലോ. അപ്പോൾ -14 + 20 വരുമ്പോൾ 7 ഈ -j ചെയ്യുമ്പോൾ -7. ഇങ്ങനെ നമുക്ക് ഡിറ്റർമിനുള്ളിൽ വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ A × B കണ്ടുപിടിക്കുന്നതിനുള്ളിൽ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള പലയിടത്തും നമുക്ക് ഈ കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് പ്രോബബിലിറ്റിയിലാണ്. ഈ പ്രോബബിലിറ്റിക്കുള്ളിലും നമുക്ക് C വരുന്നുണ്ട് കേട്ടല്ലോ. ബെർണോളീസ് ട്രയൽസിലൊക്കെ നമുക്ക് സിയുടെ വരുന്നുണ്ട്. അവിടെ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പോൾ 5C0, 5C1, 7C2 ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആ നേരം നമുക്ക് ഇവകളെ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ലീനിയർ പ്രോഗ്രാമിങ്ങിനുള്ളിലുണ്ട്. ലീനിയർ പ്രോഗ്രാമിങ്ങിനുള്ളിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ Z = 7x + 5y എന്നതിന് ശേഷം ഈ എക്സിന് നമുക്കിപ്പോൾ 50 വൈക്ക് 150 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 7 × 50 5 × 150 അത് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് ആഡ് ചെയ്യാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകുന്ന കാൽക്കുലേറ്റർ. ഓരോരുത്തർക്കും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ 82 MS ഒക്കെ ഏകദേശം കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ ഇത്തിരി നിങ്ങൾക്ക് ഗുണം ചെയ്യും. ടൈം ഭയങ്കരമായിട്ട് ലാഭിക്കാം, കൃത്യത കൂടും. മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ കറക്റ്റ് ആകാനുള്ള സാധ്യത ഭയങ്കരമാവും. ഇങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇൻ്റഗ്രേഷനുള്ളിലും നമുക്കുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അവിടെ നമുക്കിങ്ങനെ ഇൻ്റഗ്രൽ 0 to 1 സൈൻ ഇൻവേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടല്ലോ. ഇപ്പോൾ 1/√1 - x² എന്ന് വരുമ്പോൾ അതിൻ്റെ ആൻസർ സൈൻ ഇൻവേഴ്സ് x എന്നാണ്. എന്നിട്ട് ഓവർ ദി ലിമിറ്റ് 0 to 1 വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 - സൈൻ ഇൻവേഴ്സ് 0 എന്നൊക്കെ ആൻസർ വരുമ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്ക് ഇതിൻ്റെ ഉപയോഗം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ചാപ്റ്ററുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ രീതിയിൽ കൂടെ കുറേ പഠിച്ചു. അപ്പോൾ 3D ഉണ്ട്, ഡിറ്റർമിനുണ്ട്. 3D ഉള്ളപ്പോൾ യൂസ് ചെയ്യാം. ചുമ്മാത്തുള്ള ഇൻ്റഗ്രേഷനിലോ ചുമ്മാതുള്ള ഡെറിവേറ്റീവിലോ ഒന്നും ഒരു ഉപയോഗവും ഇല്ല. ഓക്കെ, അതൊക്കെ ഇപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അതൊന്നും വളരെ കുറവാണ് ഉപയോഗം. അങ്ങനെയുള്ള ചില ചാപ്റ്ററുകൾ ആവശ്യവുമില്ല. അപ്പോൾ നല്ല കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അവനെ നമ്മൾ കൃത്യതയോടെ പഠിച്ചാൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? മെട്രിസസ്, ഡിറ്റർമിൻസ്, വെക്ടർ, 3D, ലീനിയർ പ്രോഗ്രാമിംഗ്, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ പറ്റും, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് പറ്റും. അവിടെ എല്ലാം നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതിനു വേണ്ടിയായിരുന്നു. നിങ്ങളുടെ കാൽക്കുലേറ്റർ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ചാപ്റ്ററുകളിൽ ഉപയോഗിക്കാമെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതെല്ലാവരുടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ ഇത് അറിയാത്തൊരു ഒത്തിരി പേരുണ്ട്, അവർക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. ബൈ.